ഹലോ വ്യൂവേഴ്സ്, വെൽക്കം ബാക്ക് ടു അവർ ചാനൽ മൈ ഇന്നർ വെൽ മലയാളം. ഇന്നത്തെ വീഡിയോയിൽ നമുക്ക് ഹെവി ബ്രസ്റ്റാർക്കും സാഗി ആയിട്ടുള്ള ബ്രസ്റ്റാർക്കും സപ്പോർട്ടീവ് ആയിട്ടുള്ള ഒരു ഫുൾ കവറേജ് കംപ്ലീറ്റ് സീംലെസ് ബ്രാ പരിചയപ്പെടാം. ഇന്നത്തെ വീഡിയോയുടെ ഡീറ്റെയിലേക്ക് കിടക്കുന്നതിന് മുന്നേ നിങ്ങൾക്കായിട്ടുള്ള ഒരു ഓഫറിനെ കുറിച്ച് പറയാം. നമ്മളുടെ മൈ ഇന്നർ വെൽ ഷോപ്പിൻ്റെ തിരുവല്ല ബ്രാഞ്ചിൻ്റെ 10th ആനിവേഴ്സറിയോടനുബന്ധിച്ചുള്ള ഒരു ഓഫറാണിത്. 399 രൂപ വിലയുള്ള ഈ പ്രിൻറ്റഡ് പാഡഡ് ബ്ര, അതും 4 പ്രിൻറ്റുകളിൽ വെറും 133 രൂപയ്ക്കാണ് അവൈലബിൾ ആയിട്ടുള്ളത്. ഈ 133 രൂപയ്ക്ക് ഈ ബ്ര എങ്ങനെയാണ് ലഭിക്കുക എന്നുള്ളതിൻ്റെ ഡീറ്റെയിൽ ആയിട്ടുള്ളൊരു വീഡിയോ നമ്മൾ ഓൾറെഡി ചെയ്തിട്ടുണ്ട്. അതിൻ്റെ ലിങ്ക് ഈ വീഡിയോയുടെ ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കുന്നതാണ്. ഈ വലിയ കപ്പ് സൈസ് ഉള്ളവരും അല്ലെങ്കിൽ സാഗി ആയിട്ടുള്ള ബ്രസ്റ്റ് ഉള്ളവരും ഒക്കെ ടീഷർട്ട് പോലുള്ള ബോഡി ഫിറ്റ് ആയിട്ടുള്ള ഡ്രസ്സുകൾ ഇടാൻ താല്പര്യം കാണും. എന്നാൽ അവർക്ക് കറക്റ്റ് ഫിറ്റ് ആയിട്ടുള്ള ബ്രാ അല്ല യൂസ് ചെയ്യുന്നതെങ്കിൽ ആ ഡ്രസ്സൊക്കെ ഇടുമ്പോഴത്തേക്കും വൃത്തികേടായിട്ട് ഫീൽ ചെയ്യും. അങ്ങനെയുള്ളവർക്ക് പറ്റുന്ന ഒരു നല്ല ഫുൾ കവറേജ് ആയിട്ടുള്ള സപ്പോർട്ടീവ് ആയിട്ടുള്ളൊരു ബെസ്റ്റ് ഓപ്ഷൻ, അതായത് സീംലെസ്സിൽ തന്നെ ബെസ്റ്റ് ഓപ്ഷനാണ് ഈ ഒരു ബ്ര. ഈ ഒരു ബ്ര റെഗുലർ കപ്പ് സൈസിൽ അവൈലബിൾ അല്ല, അതായത് ബി കപ്പിൽ ഇത് അവൈലബിൾ ആണ്. സി മുതൽ ജി വരെ കപ്പ് സൈസിൽ 32 മുതൽ 42 വരെയാണ് അവൈലബിൾ ആയിട്ടുള്ളത്. സാധാരണ സീംലെസ് ബ്ര എന്താണെന്ന് എല്ലാവർക്കും അറിയാമല്ലോ. ഈ ഒരു കപ്പ് പോർഷനിൽ അതായത് സ്റ്റിച്ചുകളൊന്നും വരാതെ, എന്നാൽ ഈ ബോർഡർ പോർഷനിൽ മാത്രം സ്റ്റിച്ചുകൾ വരുന്ന രീതിയിലുള്ള റെഗുലർ സീംലെസ് ബ്ര ആണിത്. എന്നാൽ നമ്മളുടെ ഈ ഒരു ബ്രയുടെ പ്രത്യേകത എന്താണെന്ന് വെച്ചാൽ ഇതൊരു കംപ്ലീറ്റ് സീംലെസ് ബ്ര. കംപ്ലീറ്റ് സീംലെസ് ബ്ര എന്ന് പറഞ്ഞാൽ ഈ ഒരു ബ്രായിൽ നിങ്ങൾക്ക് കാണുമ്പോൾ തന്നെ മനസ്സിലാവും, ഈ ഒരു പോർഷൻ തൊട്ട് ഈ ഒരു പോർഷൻ വരെ കംപ്ലീറ്റ് ആയിട്ട് സീംലെസ് ലുക്ക് വരുന്ന രീതിയിലുള്ള ബ്രായാണ്. ഈ ഒരു പോർഷൻ തൊട്ട് ഈ ഒരു പോർഷൻ വരെ ഒറ്റ പീസ് മെറ്റീരിയലും സിംഗിൾ പീസ് മെറ്റീരിയലിലാണ് ഇത് സ്റ്റിച്ച് ചെയ്തേക്കുന്നത്. അതായത് ഈ ഒരു കപ്പിൻ്റെ ബോർഡറിലോ അല്ലെങ്കിൽ സെൻറ്ററിലോ എങ്ങോ ഒരു സ്റ്റിച്ച് കാണാൻ പറ്റുന്നില്ല. ഈവൻ ഈ താഴത്തെ ബാൻഡ് പോലും ഔട്ടർ ഇലാസ്റ്റിക് ആയിട്ടാണ് സ്റ്റിച്ച് ചെയ്തേക്കുന്നത്. പക്ഷെ അതുപോലും നമുക്ക് പുറമെ ഫീൽ ചെയ്യുന്നില്ല. കംപ്ലീറ്റ് ഒരു സീംലെസ് ലുക്ക് തന്നെയാണ് ഈ ഒരു ബ്രായ്ക്ക് വരുന്നത്. ഒരു കൺഫ്യൂഷൻ കാണും. ഇപ്പൊ ഞാൻ ആദ്യം പറഞ്ഞത് ഹെവി ബ്രസ്റ്റുകാർക്ക് വേണ്ടിയിട്ടുള്ള ഒരു സപ്പോർട്ടീവ് ആയിട്ടുള്ള സീംലെസ് ബ്രാ എന്ന് പറഞ്ഞു. എന്നാൽ ഈ ഒരു പോർഷൻ ഫുൾ ഒരൊറ്റ പീസ് മെറ്റീരിയലിലാണ് സ്റ്റിച്ച് ചെയ്തേക്കുന്നത്. ഇപ്പൊ സാധാരണ ഒരൊറ്റ പീസ് മെറ്റീരിയൽ വരുമ്പോഴത്തേക്കും ഇങ്ങനെ ഒരു സ്ട്രെയിറ്റ് ലൈനിലായിരിക്കും നമുക്ക് ഒറ്റ പീസ് എടുത്ത് പിടിച്ചാൽ കാണുന്നത്. എന്നാൽ ഈ ഒരു ബ്രായുടെ പ്രത്യേകത എന്ന് വെച്ചാൽ ഇത് ഡിസൈൻ ചെയ്തേക്കുന്നത് തന്നെ ഈ ഒരു രീതിയിൽ മോൾഡഡ് ആയിട്ടാണ്. ഇതിപ്പോ കാണുമ്പോൾ അറിയാം നമ്മളുടെ കപ്പ് പോർഷൻ പ്രൊജക്ട് ചെയ്ത് തന്നെയാണ്. സാധാരണ ഒരു ഒറ്റ പീസ് മെറ്റീരിയൽ പിടിച്ചാൽ സ്ട്രെയിറ്റ് ആന്ന് പറഞ്ഞില്ല, ഇതിലിപ്പം കപ്പ് പോർഷൻ നമുക്ക് സെപ്പറേറ്റ് ആയിട്ട് കാണാൻ പറ്റും. എന്നാൽ അതിലെങ്ങും സ്റ്റിച്ചും വരുന്നില്ല. അതിൻ്റെ പ്രത്യേകത എന്താണെന്ന് വെച്ചാൽ അതെങ്ങനെ അങ്ങനെ വരുന്നതെന്ന് വെച്ചാൽ ഈ ഒരു പോർഷൻ ഇത് നിങ്ങൾക്ക് അകത്തോട് ഇങ്ങനെ നോക്കുമ്പോൾ മനസ്സിലാവും, ഈ ഒരു ഫാബ്രിക്കിൽ കപ്പിൻ്റെ ഷേപ്പിൽ മോൾഡ് ചെയ്താണ് സ്റ്റിച്ച് ചെയ്തേക്കുന്നത്. അതുകൊണ്ട് തന്നെ ഇത് ഇപ്പം മോൾഡഡ് കപ്പിൻ്റെ പ്രത്യേകത എന്താണെന്ന് വെച്ചാൽ അതൊരു ഫിക്സഡ് ഷേപ്പാണ്. ആ ഒരു മോൾഡഡ് ഷേപ്പിൽ നിന്ന് അത് മാറുന്നില്ല. നോർമലായിട്ടുള്ള ഒരു കനം കുറഞ്ഞ ബനിയൻ മെറ്റീരിയൽ ആണെങ്കിൽ നമ്മൾ ഇടുമ്പോഴത്തേക്ക് അത് ആ ഒരു നമ്മളുടെ ബ്രസ്റ്റിൻ്റെ ഷേപ്പ് സാഗി ആയിട്ടാണെങ്കിൽ ആ ഒരു ഷേപ്പിലോട്ട് ബനിയൻ സാഗ് ആയിട്ടോ അല്ലെങ്കിൽ ആ ഒരു ഷേപ്പിലോട്ട് നിൽക്കുക ചെയ്യുന്നത്. എന്നാൽ ഈ മോൾഡഡ് കപ്പിൽ വരുമ്പോഴത്തേക്കും നമ്മളുടെ ബ്രസ്റ്റ് ആ ഒരു മോൾഡഡ് ഷേപ്പിലോട്ട് ഫില്ലായി നിൽക്കുകയാണ്. അപ്പോൾ ആ ഒരു സാധാരണ ഷേപ്പിലോട്ട് ഇത് അല്ലെങ്കിൽ സാഗ് ആയിട്ട് പോകാത്തതിന് കാരണം ഈ മെറ്റീരിയലിന്റെ പ്രത്യേകത തന്നെയാണ്. ഈ ഒരു ബോഡി പോർഷൻ ഒട്ടും തന്നെ സ്ട്രെച്ചബിൾ അല്ല. ഒരു മെറ്റീരിയൽ ഞാൻ കാണിച്ചല്ലോ, ബോഡി പോർഷൻ സ്ട്രെച്ചബിൾ അല്ല. എന്നാൽ ബാൻഡിന്റെ പോർഷൻ ഇലാസ്റ്റിക്, ഈ ഔട്ടർ ഇലാസ്റ്റിക് ആണെന്ന് പറഞ്ഞില്ലേ, ഈ ഔട്ടർ ഇലാസ്റ്റിക് വരുന്നതുകൊണ്ട് തന്നെ ആ ഒരു ഇലാസ്റ്റിക്കിന്റെ ഒരു സ്ട്രെച്ചബിലിറ്റി ബാൻഡിന് വരുന്നുണ്ട്. ഈ ഒരു പ്രത്യേകത, അതായത് ഈ ഒരു ഡിസൈൻ, ഈ ഒരു ബ്രാ നിർമ്മിച്ചേക്കുന്ന അതിന്റെ ഡിസൈനിന്റെ പ്രത്യേകതയും മെറ്റീരിയലിന്റെ പ്രത്യേകതയും കൊണ്ടാണ് ഇത് ഹെവി ബ്രസ്റ്റുകാർക്കും സാഗി ആയിട്ടുള്ള ബ്രസ്റ്റുകാർക്കും സപ്പോർട്ടീവ് ആയിട്ടുള്ള ഒരു ബ്രായാന്ന് പറയുന്നത്. അതായത് ഇത് അധികം സ്ട്രെച്ചബിൾ അല്ലാത്ത മെറ്റീരിയൽ ആയതുകൊണ്ട് തന്നെ നിങ്ങളിപ്പോൾ ഇത് പർച്ചേസ് ചെയ്യാൻ താല്പര്യമുള്ളവർ നിങ്ങളിപ്പോൾ ഉപയോഗിക്കുന്ന മെറ്റീരിയലും ഉപയോഗിക്കുന്ന സൈസും വ്യക്തമായിട്ട് പറയണം. എന്നാലേ നിങ്ങൾക്ക് ചേരുന്ന സൈസ് സജസ്റ്റ് ചെയ്യാൻ പറ്റത്തുള്ളൂ. ഇതിൻ്റെ ഒരു ഫിറ്റ്നസ് അപ്പിയറൻസും അല്ലെങ്കിൽ സീംലെസ് അപ്പിയറൻസും സപ്പോർട്ടീവ് നേച്ചറും ഒക്കെ മനസ്സിലാകുന്ന രീതിയിൽ ഒരു വീഡിയോ ഇതിൻ്റെ കമ്പനി ഇറക്കിയിട്ടുണ്ട്. അത് ഞാൻ ഈ വീഡിയോയോടെ ചേർക്കാം. ഈ ഒരു പാറ്റേൺ പുതിയതായിട്ടൊരു പാറ്റേൺ അല്ല, ഒരു 2-3 വർഷമായിട്ട് സ്ഥിരം മാർക്കറ്റിൽ അവൈലബിൾ ആയിട്ടുള്ള ഒരു പാറ്റേൺ ആണ്. ഈ ഒരു പാറ്റേണിന് റെഗുലർ ആയിട്ട് ധാരാളം കസ്റ്റമേഴ്സ് നമുക്ക് ഷോപ്പിലുണ്ട്.
ഇനി നമുക്ക് ഈ ബ്രായുടെ മറ്റ് ഫീച്ചേഴ്സ് നോക്കാം. ഫ്രണ്ട് പോർഷൻ ഓൾറെഡി പറഞ്ഞു. ഇത് സൈഡ് വരുമ്പോഴത്തേക്കും വിങ് പോർഷൻ അത്യാവശ്യം കവറേജ് ഉണ്ട്. ബാക്ക് പോർഷൻ വരുമ്പോഴത്തേക്കും 4 ലെയർ ഹുക്ക് ആൻഡ് ഐ ആണ്. അതായത് 4 റോയും 4 കോളം, 4x4 എന്ന് പറയും. അങ്ങനെ വീതിയിൽ നല്ല ബ്രോഡായിട്ടുള്ള ബാക്കാണ് വരുന്നത്. അതുകൊണ്ട് തന്നെ നമുക്ക് ബ്രസ്റ്റ്, നമ്മൾ ഹെവി ബ്രസ്റ്റുകാർക്ക് നല്ല സപ്പോർട്ട് വരുന്നുണ്ട്. അതേപോലെ വീതിയുള്ള സ്ട്രാപ്പാണ് വരുന്നത്. യു ബാക്കാണ് വരുന്നത്. ഈ ഒരു ബ്രാ നമ്മളുടെ 32 മുതൽ 42 വരെ, സി മുതൽ ജി വരെ കപ്പ് സൈസുകളിലാണ് അവൈലബിൾ. അതും 8 കളേഴ്സിൽ അവൈലബിൾ ആണ്. കമ്പനിയിലുള്ള ഫുൾ അവൈലബിൾ സൈസുകളും കളേഴ്സും തന്നെ നമ്മൾ റെഡി സ്റ്റോക്കായിട്ട് നമ്മൾ ഷോപ്പിൽ വെച്ചിട്ടുണ്ട്. 32 സി മുതൽ 40 സി വരെ ഒരേ പ്രൈസാണ്, 599 രൂപയാണ്. 32 തൊട്ട് 40 വരെ ഡി കപ്പിൽ 660, 32 മുതൽ 40 വരെ ഇ കപ്പിന് 680, 32 മുതൽ 40 വരെ എഫ് കപ്പിന് 700, 32 മുതൽ 40 വരെ ജി കപ്പ് വരുമ്പോഴത്തേക്കും 720 ആണ്. ഇതിൻ്റെ എല്ലാം 42 സൈസ് വരുമ്പം ബേസിക് പ്രൈസിനേക്കാളും 20 രൂപ 30 രൂപ ഡിഫറൻസ് ഉണ്ട്. ഈ ഒരു പാറ്റേണിന്റെ കളേഴ്സ് അവൈലബിൾ 8 കളേഴ്സ് ഉണ്ടെന്ന് പറഞ്ഞില്ല. ഇതിൽ ബേസിക് കളേഴ്സ് ആയിട്ടുള്ള വൈറ്റ് ബ്ലാക്ക് സ്കിന്നാണിത്. അതുകൂടാതെ ഈ റൂബി കളർ വരുന്നുണ്ട്. അല്ലാതെ വരുന്നത് ഈ ഒരു ഒലീവ് ഗ്രീൻ കളറാണ്. ഇത് വരുമ്പോൾ സഫയർ ആണ്, ബ്ലൂ കളർ വരും. ഇത് ചോക്ലേറ്റ് കളർ വരും. വരുമ്പോൾ റോസ് കളർ. അങ്ങനെ 8 കളേഴ്സും ഈ 32 മുതൽ 42 വരെ സി മുതൽ ജി വരെയുള്ള കപ്പ് സൈസിലും എല്ലാം നമ്മുടെ സ്റ്റോക്ക് റെഡി സ്റ്റോക്ക് അവൈലബിൾ ആണ്. എന്തുകൊണ്ടാണെന്ന് വെച്ചാൽ ഈ ഒരു പാറ്റേണിന് റെഗുലർ ആയിട്ടുള്ള കസ്റ്റമേഴ്സ് നമുക്ക് ഷോപ്പിൽ അവൈലബിൾ ആണ്. അതായത് ഇത് ഒരു തവണ എടുക്കുന്നവർ പിന്നെ ഇതിൽ നിന്ന് മാറാൻ വളരെ ബുദ്ധിമുട്ടാണ്. മൈ ഇന്നർവെൽ തിരുവല്ല ഷോപ്പിന്റെ ലൊക്കേഷൻ പത്തനംതിട്ട ജില്ലയിലെ തിരുവല്ല ടൗണിലെ MC റോഡ് സൈഡിലുള്ള ദീപ ടവർ എന്ന് പറഞ്ഞുള്ള ഷോപ്പിംഗ് കോംപ്ലക്സിലാണ്. ഇത് കല്യാൺ സിൽസിന്റെ നേരെ ഓപ്പോസിറ്റ് ആയിട്ടുള്ള ഒരു ഷോപ്പിംഗ് കോംപ്ലക്സ് ആണ്. ബാറ്റ, ചിക്കിങ്, മോറ്, ബേബി കെയർ എന്നിവയുള്ളൊരു ഷോപ്പിംഗ് കോംപ്ലക്സ് ആണ്. ഇതിൻ്റെ ഉള്ളിൽ ഫസ്റ്റ് ഫ്ലോറിൽ ആണ് നമ്മളുടെ മൈ ഇന്നർവെൽഡ് ഷോപ്പ്. അതായത് ചിക്കിങ്ങിനോട് തൊട്ട് ചേർന്നുള്ള ഷോപ്പാണിത്. ഇപ്പോൾ നേരിട്ട് വരാൻ ബുദ്ധിമുട്ടുള്ളവരാണെങ്കിൽ ഈ കാണുന്ന നമ്പറുകളിൽ ഏതെങ്കിലും ഒന്നിൽ വിളിച്ച് കോൺടാക്ട് ചെയ്യുവാണെങ്കിൽ ഇന്ത്യയിൽ എവിടെയാണെങ്കിലും അല്ലെങ്കിൽ ഇന്ത്യക്ക് പുറത്ത് വിദേശത്താണെങ്കിലും നമ്മൾ സ്പീഡ് പോസ്റ്റ് ആയിട്ട് അയച്ചു കൊടുക്കുന്നതായിരിക്കും. പേയ്മെന്റ് മെത്തേഡ് എന്ന് പറയുമ്പോഴത്തേക്കും നെറ്റ് ബാങ്കിങ് അവൈലബിൾ ആണ്. പിന്നെ എല്ലാ UPI പേയ്മെന്റ്സും, അതായത് ഫോൺ പേ, ഗൂഗിൾ പേ, പേടിഎം എന്നിവയെല്ലാം അവൈലബിൾ ആണ്. നിലവിൽ ഇപ്പോൾ ക്യാഷ് ഓൺ ഡെലിവറി ഓപ്ഷൻ ഇല്ല.